ഒരു നിയമം പോയാൽ അതിനേക്കാൾ കടുത്ത പുതിയ നിയമങ്ങൾ കൊണ്ട് ഇത്തരം എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പൊതുവിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനം. NIA-യുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, റാസിക്ക് വലിയ പൈസ കൊടുത്ത് വക്കീലിനെ വെക്കണ്ട, നിങ്ങൾ 5 പേരെ ശിക്ഷിക്കും. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് നിങ്ങളുടെ കൂട്ടുകെട്ട് സംശയത്തിന്റെ ആനുകൂല്യം പോലീസിന് കൊടുക്കുന്ന ഭരണകൂടത്തിന് കൊടുക്കുന്ന ആളാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആള്. എനിക്ക് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരാൾ പറയാണ് അവന് എന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. അടുത്തൊരു 20 മിനിറ്റ് നമുക്ക് Q&A ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേസ് സബ്ജുഡീസ് ആയതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ബാക്കി ചോദ്യങ്ങൾ ചേട്ടാ, ഈ UAPയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചാൽ, ഇത്തരത്തിൽ നമ്മൾ സാമൂഹികപരമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവയർനെസ് കൊണ്ടുവന്ന് മാറ്റങ്ങൾ സംഭവിച്ചാൽ അത് മറ്റ് വിഭാഗ കാറ്റഗറിയിലുള്ള കേസുകളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നത് എൻ്റെ ഒരു ചോദ്യമാണ്. അത് റിസ്വാൻ ചേട്ടനും പറയണം, കാപ്പൻ ചേട്ടനും പറയണം. അതിന് ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാനൊരു കേസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ നേരിടുന്ന വേറൊരു കേസാണ്. ഇതിലൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിസണല്ല, കോർട്ടിൽ നേരിടുന്ന പ്രശ്നം ഭയങ്കരമാണ്. കോർട്ടിൽ നമ്മളാണ് നീതിക്ക് വേണ്ടിയിട്ട് പോയിരിക്കുന്നത്, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് ക്രിമിനൽ ആയിരിക്കും. പക്ഷെ നമ്മളാണ് ഏറ്റവും കൂടുതൽ ട്രോമ നേരിടുന്നതും നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നതും. കോർട്ടിൽ മാക്സിമം വേണമെങ്കിൽ നമ്മളെ തലചുറ്റി വീഴ്ത്തിപ്പിക്കാം എന്ന വിധത്തിലാണ് അപ്പുറത്തെ വക്കീലും പ്രോസിക്യൂട്ടറും എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ കാപ്പൻ ചേട്ടൻ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്, ഭയമില്ലാതെ പോരാടുക. എനിക്കറിയത്തില്ല എനിക്ക് ഈ സിസ്റ്റത്തിൽ നീതി കിട്ടുമോ എന്നുള്ളത്, പക്ഷെ ഇതിന്റെ അവസാനം വരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ട്രയൽ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അവസാനം ഓപ്പോസിറ്റ് ചെയ്യുന്ന വക്കീല് 18 അടവ് എടുത്തിരുന്നു. അവസാനം ഞാൻ വക്കീലിനോട് പറഞ്ഞു, വക്കീല് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനേ ജയിക്കത്തുള്ളൂ, അതുകൊണ്ട് ചോദ്യം എവിടെ വരെ വേണമെങ്കിലും പൊയ്ക്കോ എന്ന്. സോ ഇതേ നിവൃത്തിയുള്ളൂ. അപ്പൊ ജഡ്ജ് എന്നോട് പറഞ്ഞത് ഗുഡ് വിറ്റ്നസ് ആയിട്ടിരിക്കണം എന്ന്, അതായത് അവരെന്ത് പറഞ്ഞാലും കേട്ട് മിണ്ടാണ്ടിരിക്കണം എന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരം കേസുകളിൽ മാറ്റം വന്നാൽ മറ്റുള്ള വിഭാഗത്തിലുള്ള കേസുകളിലും ചേഞ്ചസ് വരുമോ എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മുടെ രാജ്യത്ത് നേരത്തെ ടാഡ ഉണ്ടായിരുന്നു, ഓട്ട ഉണ്ടായിരുന്നു, പിന്നെ UAPA വന്നു. അവിടെയൊക്കെ പിന്നെ അത്തരം നിയമങ്ങൾ പറഞ്ഞു, നസ്ത പോലെയുള്ള പറഞ്ഞ നിയമങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഒരു നിയമം പോയാൽ അതിനേക്കാൾ കടുത്ത പുതിയ നിയമങ്ങൾ കൊണ്ട് ഇത്തരം എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പൊതുവിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനം. 2006 പാനേക്കുളം കേസിൽ ഞങ്ങളെ പിടിച്ചിടുമ്പോൾ ആദ്യത്തെ 2 മാസം കൊണ്ട് ജാമ്യം കേരള ഹൈക്കോടതി തരുമ്പോൾ അന്ന് ജെയിംസ് ജോസഫ് കേരള ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത്, ഇൻ കേസ് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ, അതിനുള്ള കാലങ്ങൾ ഇവർ കിടന്നിട്ടുണ്ട് എന്നാണ് 2006 ഞങ്ങളോട്. അന്ന് UAPA വളരെ വീക്കായിരുന്നു. പക്ഷെ 2015 NIA കൊണ്ടൊരു കേസ് വരുമ്പോൾ 14 വർഷമാണ് ഞങ്ങളെ ശിക്ഷിക്കുന്നത്. പബ്ലിക് സ്പേസിൽ നിന്ന് പിടിച്ചോണ്ട് പോയ കേസിൽ 14 വർഷം സെപ്പറേറ്റ് ശിക്ഷകളെല്ലാം വെവ്വേറെ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിക്കുന്നത് 2015. അപ്പോൾ UAPAക്കെതിരെയുള്ള ഫൈറ്റിങ്, UAPA കോർട്ടിന്റെ ഒക്കെ പ്രത്യേകത പറയാൻ, ഇൻ ക്യാമറ കോർട്ടാണ്, അവിടെ നടക്കുന്ന വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ UAPAക്ക് ഉണ്ട്. അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. പാനേക്കുളം കേസിന്റെ ട്രയൽ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച NIA-യുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, റാസിക്ക് വലിയ പൈസ കൊടുത്ത് വക്കീലിനെ വെക്കണ്ട, നിങ്ങൾ 5 പേരെ ശിക്ഷിക്കും. ആരാ പറയേണ്ടത്? ഒരു ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്ന ഏജൻസിയുടെ ഭാഗമായിട്ട് ഒരാളെന്ന് എന്നോട് പറയാണ് പൈസ ഒന്നും വേണ്ട. അപ്പൊ കാപ്പം പറഞ്ഞാൽ നമ്മളിങ്ങനെയാണല്ലോ, പീക്കിലാണോ നമ്മൾ ചിന്തിക്കുക. ഞാൻ പറയും, ഇവിടെ ഒന്നും കണ്ടിട്ടല്ല ഇത് നമ്മൾ ഇത്രയും വക്കീലന്മാർ വെച്ചിരിക്കുന്നത്, ഹൈക്കോടതി പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. എന്തായാലും വീട് ഭാഷ ഞാൻ പറഞ്ഞതാണ്. സംഗതി അദ്ദേഹം പോലെ എനിക്ക് ടെൻഷൻ തോന്നിയിട്ടുണ്ട്. കുറച്ച് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞല്ലോ ശിക്ഷിക്കുന്നുള്ളത്. അപ്പം ഇത് സിസ്റ്റം അങ്ങനെയാണ്. ഇതിൽ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 17 പേര് പാനേക്കുളം കേസിൽ പ്രതികളുള്ളപ്പോൾ 5 പേര് ശിക്ഷിക്കപ്പെടുമെന്ന് അന്വേഷണ സംവിധാനത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു പ്രതിയോട്, പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളോട് പറയുകയാണെങ്കിൽ, അത് തന്നെ അവസാനം നടപ്പാകുകയാണെങ്കിൽ എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. UAPAക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, അത് നീക്കം ചെയ്യണം.
കാരണം ഫൈറ്റ് ചെയ്യും, എതിർ ശബ്ദങ്ങൾ ശക്തമാകുന്നതനുസരിച്ചാണ് ഇത്തരം നിയമങ്ങളൊക്കെ കാലഹരണപ്പെടാത്തൊന്നുമല്ല, കാലഹരണപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ ഈ പ്രതീക്ഷ. എൻ്റെ പേര് ഷെഫിൻ എന്നാണ്. ഞാൻ പറയാൻ പറ്റുന്ന കാര്യം കുറച്ച് ദിവസം മുമ്പ് ബീച്ചിൽ വെച്ചിട്ട് ഒരു ഹാർട്ട് ഹൗസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. മലയാള മനോരമയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഹാർട്ട് ഹൗസ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അന്ന് ഞങ്ങൾ ഫലസ്തീൻ അനുകൂലമായിട്ട് അവിടെ ഒരു പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. രാത്രിയായപ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഒളിപ്പിച്ചു. പിറ്റേ ദിവസം സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ എന്നോട് മെയിനായിട്ട് അവിടെ നിന്ന് പറഞ്ഞ കാര്യം, ഈ റിജാസിന്റെ കൂടെ നടന്നാൽ ഓനത്ര നല്ല ആളൊന്നല്ല, അവന്റെ കൂടെ നടന്നാൽ ഇനി അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയിൽ കണ്ടാൽ UAP ആയിട്ട് ഉള്ളിലിടുന്ന പറഞ്ഞു. അങ്ങനെ തന്നെ അന്ന് ആടെ നടന്ന ആൾ അങ്ങനെ തന്നെ ഉള്ളു. അതിനുശേഷം ഞാൻ റിജാസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ ഇങ്ങനെയുള്ള ഒരാളെ കൂടെ നടക്കുമ്പോൾ ബാക്കിയുള്ള അവരെ കൂടെ ഉള്ള ആളെ ഇതിലും സർവൈലൻസിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് അമീൻ ഇവിടെ ഉണ്ട്. ഓരോ വീട്ടിലൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ വിളിച്ച് ഞാൻ സീനാക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്താണ് കൂടെ നിന്ന് ചെയ്യാൻ പറ്റുക? അത് ഇവര് ഡയറക്റ്റ് പേര് പറയാറില്ല, ഒരു പ്രത്യേക തരം ഒരു മെറ്റഫർ ഉപയോഗിക്കും. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് നിങ്ങളുടെ കൂട്ടുകെട്ട് എന്താണെന്ന് ചോദിക്കാൻ. ഇപ്പോ സർവൈലൻസിന്റെ കാര്യം പറയണ, ഇപ്പോ നമ്മൾ ഈ പരിപാടിക്ക് വന്ന് ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോ ഈ പരിപാടിയുമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യാറുണ്ട്, പലനെ വിളിക്കാറുണ്ട്, തോഹനെ വിളിക്കാറുണ്ട്. ഈ വിളിച്ചതിന്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ IB വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. നേരത്തെ സിദ്ദീഖ് പറഞ്ഞ പോലെ ഡയറക്റ്റ് വീട്ടിലേക്ക് വരില്ല, അവിടെ ഉള്ള എല്ലാ കടകളിലും എല്ലായിടത്തും കയറിയിട്ട് ഇതാ ഇന്ന ആളറിയോ, ഈ ആളെങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല, അവർക്ക് ഇപ്പോ UAP എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സർവൈലൻസ് എന്താണെന്നോ ഫലസ്തീന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യാന്നോ അതൊന്നും അറിയില്ല. ഏറ്റവും ഇഷ്ടമായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കഫിയെ ഇട്ട് കളി കാണാൻ പോയത്, അതിന്റെ പേരിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മളെ വീട്ടിലേക്ക് IB വന്നിട്ടുണ്ട്, റിജാസിന്റെ വീട്ടിലേക്ക് ATS വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ സർവൈവൽ അനുഭവിക്കുന്ന ആളുകൾ, അഥവാ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള സൗഹൃദമാണ്. അപ്പൊ അവർക്ക് എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാന്നുള്ളത് പറയണം. പിന്നെ ഇത്തരക്കാരെ ഇതിനെ എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടും കൂടെ സിദ്ദീഖ് നിങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ ചോദിച്ച ഫസ്റ്റ് UAP ചോദ്യം ചോദിച്ചല്ലോ, ആ ചോദ്യത്തിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, UAP എന്ന് പറയുന്നത് തന്നെ നമ്മൾ ശരിക്കും എന്താ പറയാ, ഒരു ക്രിമിനലൊന്നും അല്ലാത്ത ഒരാളെ പിടിച്ച് എത്രയും കാലം ജയിലിലിടാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അല്ലെങ്കിൽ ഡിസെന്റുകൾ നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ ആ ഒരു ഡിസെന്റുകളെ എത്ര കാലം നിയമവിരുദ്ധമായിട്ട് ഇടാനും വേണ്ടിയിട്ട് മാത്രം നിയമിച്ച ഒരു നിയമമാണ് UAP. ആണെങ്കിലും മുമ്പത്തെ ടാഡയാണെങ്കിലും പോട്ടയാണെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്ത ഒരു കണക്കുണ്ട് UAPയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്തരം കേസുകളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഡാറ്റകൾ. അതായത് ഇത് ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് 99% ആൾക്കാരും ശിക്ഷിക്കപ്പെടാത്തതാണ്. ഞാൻ വരുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്, കുറച്ചും കൂടി ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 99% UAPയെ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ആക്ടുകളിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. UAP എന്ന് പറയുന്നത് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഉള്ളതുപോലെ തന്നെ ആൾ പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് UAP. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പിടിച്ച് അകത്തിടാൻ പറ്റാത്ത രീതിയിൽ ഇത്ര കൂട്ടായ്മകൾ ഇതിന് വേണം. ഇപ്പോൾ സിദ്ദീഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പലരും ആലോചിച്ചിട്ടുണ്ടാവും, അദ്ദേഹം തേജസ്സിൽ വർക്ക് ചെയ്തതാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തീവ്രവാദ ബന്ധം ഉണ്ടാവും, അങ്ങനെയാണ് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളാണ് അദ്ദേഹം ഒന്നുമില്ലാതെ എങ്ങനെ, എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, ഒന്നുമില്ലാതെ തീയില്ലാതെ പുകയില്ലാതെ തീ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന കുറെ തിയറികളുണ്ടാവും നമ്മുടെയൊക്കെ സാധാരണ സ്വാഭാവികമായ തിയറികൾ. ആ തിയറികളെ പൊളിച്ചടക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമൊക്കെ ഉണ്ടാവും. അദ്ദേഹം വിക്കിപീഡിയയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ജോർജിയയിൽ എന്തിനു പോയതാ, എന്താ പറയുക, പട്ടിണി കിടക്കുന്ന ഓൻ ഇങ്ങനെ ജോർജിയയിലെത്തി, അല്ലെങ്കിൽ ഓൻ എങ്ങനെ സൗത്ത് ആഫ്രിക്കയിലെ ക്യാപ് ടൗണിൽ പോയി. അപ്പൊ കുറച്ചെന്തെങ്കിലുമൊക്കെ 100 കോടി ഓനെ വിദേശത്ത് നിന്നിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഓന് PML ഇട്ടിട്ടുണ്ടാവുക എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഈ ഇരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. ഒരു എന്താ പറയുക, ആരുടെയും പേര് പറയാതെ ഞാൻ പറയാം,
ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ആരെയും വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്ന സ്ഥാപനത്തിലുള്ള ഒരാൾ ഞാൻ അറസ്റ്റിലായ ഉടനെ വളരെ കുറച്ചുകൂടി അങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആളെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അത്ര പറഞ്ഞു നിർത്താം. ഈ അടുത്ത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബീഹാറിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ, ബീഹാറിൽ നിന്നുള്ള സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ വീട്ടിൽ വന്നു. അത് പറഞ്ഞു, ഞാൻ ഇന്ന ആളെ, നിങ്ങളുടെ ഇന്ന ആളെ ഞാൻ എന്ത് ചെയ്തു, ഇന്റർവ്യൂ ചെയ്തിരുന്നു നിങ്ങൾ അറസ്റ്റിലായ സമയത്ത്. ഞാൻ അറസ്റ്റിലായ സമയത്ത് അദ്ദേഹത്തെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്നു, ഇംഗ്ലീഷ് മാധ്യമമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിലും ഓനെ എന്തിനാ അങ്ങോട്ട് പോയത് UP യിലേക്ക് എന്ന് ആ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അവന്റെ കാര്യത്തിൽ നമുക്ക് ഒരു സംശയമുണ്ട്, അതെന്തിനാ അങ്ങോട്ട് പോയത് എന്ന് ചോദിച്ചു. ആ ആള് ഞാൻ ജയിലിൽ ഇറങ്ങിയ ശേഷം എൻ്റെ സ്വന്തം ആളാണ്. വളരെ എന്താ പറയുക, വളരെ ഉഷാറായിട്ട് എന്നെ എങ്ങനെ അങ്ങനെ ചെയ്യണടാ, അങ്ങനെ ചെയ്യണടാ, അതാക്കണം, നമുക്ക് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഉപദേശകന്റെ റോളിൽപ്പെട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ആൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കട്ടക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ ഇത്തരം UAPA പോലുള്ള മനുഷ്യവിരുദ്ധമായ ഇത്തരം നിയമങ്ങളെ, ഈ ഡ്രാക്കോണിയൻ ലോസ്, ഇത്തരം ഡ്രാക്കോണിയൻ ലോസിനെ നമുക്ക് നേരിടാൻ പറ്റുന്നതാണ്. നെഞ്ചുറപ്പോട് കൂടി നിൽക്കണം. ഞാൻ ഈ പരിപാടിക്ക് വന്നത് എൻ്റെ വൈഫ്, ഞാൻ പറഞ്ഞു വൈഫിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകളുടെ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ അവരെ ചീത്ത പിടിക്കുന്നുണ്ടാവും, ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് 1:30 നിക്കാഹ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്ന ആൾക്കാരാണ് നിങ്ങളെ അവളുടെ ഫോണിലേക്കാണ് ഇവർ ആദ്യം വിളിച്ചത്. അപ്പം നമ്മൾ 0 നിൽക്കുന്ന സമയത്ത് നമ്മോടൊപ്പം നിന്ന ആളുകളാണ് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. അതായത് ഒരു സംശയത്തിന്റെ ആനുകൂല്യം മുഴുവൻ എനിക്ക് തന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എന്ത് ചെയ്തത്, ഈ പരിപാടി വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ട് ഇവിടെ വന്നത്. സംശയത്തിന്റെ ആനുകൂല്യം പോലീസിന് കൊടുക്കുന്ന, ഭരണകൂടത്തിന് കൊടുക്കുന്ന ആളാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആള്. ഏത്, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരാൾ പറയാണ്, അവന് എൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. പിന്നീട് ജയിലിൽ കിടക്കുമ്പോൾ ഹിന്ദു പത്രത്തിലാണ് ഞാൻ ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്നെ കുറിച്ചിട്ട് ചാർജ് ഷീറ്റിൽ പറയുന്നത് ഞാനൊരു മാവോയിസ്റ്റ് സിമ്പതൈസറാണ്. അതിന് മുമ്പ് ഞാൻ മുസ്ലിം തീവ്രവാദിയായിരുന്നു, ഇസ്ലാമിക് ടെററിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ മാവോയിസ്റ്റ് സിമ്പതൈസർ, കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടർ. ഹിന്ദുവിൽ ഞാൻ എൻ്റെ എന്താ പറയാ, കണ്ണുകൾ കൊണ്ട് ആരും പറഞ്ഞു കേട്ടതല്ല, വായിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവിൽ കണ്ടൊരു വാർത്തയായിരുന്നു. എന്നെ കുറിച്ചിട്ട് ഭരണകൂടം പറഞ്ഞത് ഞാൻ ഇസ്ലാമിക് ടെററിസ്റ്റ്, മുസ്ലിം തീവ്രവാദി ആൻഡ് കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടർ, മാവോയിസ്റ്റ് സിമ്പതൈസർ. അതിന് കാരണം പറയുന്നത് എന്താ വെച്ചാല്, നമ്മുടെ ജീവൻ സായിബാബയുടെ വൈഫിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആര്യബാബു സാറിന്റെ വൈഫിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അവരുടെ പക്ഷം ഞാൻ ഇന്റർവ്യൂ ചെയ്തു. അത് ഞാൻ 3 ഭാഷകളിൽ, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഭാഷകളിൽ എൻ്റെ ബൈനയിൽ ഈ സാധനങ്ങൾ വന്നിട്ടുണ്ട്. സത്യമാണ്, അതൊക്കെ ചെയ്യണം, വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ഒരു എന്താ പറയാ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വൺ-വേർഡ് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണം, ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. സംശയത്തിന്റെ ആനുകൂല്യം ഇരകൾക്ക് നൽകുക എന്ന് പറയില്ലേ, ഇര എന്ന് പറയുന്നത് പോലും ശരിയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരു എന്താ പറയാ, വാക്കുകൾ കിട്ടാത്തതുകൊണ്ട്, ജയിലിൽ പോയതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറെ ചില വാക്കുകളൊന്നും ചിലപ്പോൾ പ്രോപ്പറായിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് പറയണം, ഇരകൾക്ക് നൽകുക, പോലീസിനും ഭരണകൂടത്തിനും നൽകാതിരിക്കുക എന്നുള്ളതാണ് സംശയത്തിന്റെ ആനുകൂല്യം. സംശയത്തിന്റെ ആനുകൂല്യം എന്താ പറയാ, ഇര എന്ന് പറയുന്ന ആൾ, ആ വിക്ടിമിന് നൽകാൻ നമുക്ക് കഴിയണം. അല്ലാതെ എനിക്ക് റാസിഖിനെ കുറിച്ച് സംശയമുണ്ട്, അയാൾ താടി വെച്ച ആളാണ്, അല്ലെങ്കിൽ അയാൾ 5 നേരം നമസ്കരിക്കുന്ന ആളാണ്, അപ്പൊ അദ്ദേഹത്തിന് തീവ്രവാദിയാവാൻ സാധ്യത ഉണ്ട്, അപ്പൊ ഞങ്ങൾ വല്ലാതെ മുന്നിക്ക് നിൽക്കണ്ട. ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ വല്ലാതെ മുന്നിക്ക് നിൽക്കണ്ട, ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോ. നമ്മൾ മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ഈ ആളുകൾ, ഇത്തരം ജയിലുകളിൽ പോകുന്ന ആളുകള് ഒരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്. ഇപ്പൊ എൻ്റെ വൈഫൊക്കെ തുടക്കം മുതൽ എന്താ പറയാ നിന്നു. എൻ്റെ കുറെ മാധ്യമ സുഹൃത്തുക്കളുണ്ട് കേട്ടോ, ഡൽഹിയിലൊക്കെ കുറെ മാധ്യമ സുഹൃത്തുക്കൾ കട്ടൊക്കെ നിന്നിട്ടുണ്ട് എന്നോട്. പക്ഷെ ചില ആളുകൾ സംശയത്തിന്റെ ആനുകൂല്യം എന്ത് ചെയ്യും, പോലീസിനും ഭരണകൂടത്തിനും നൽകും എന്നുള്ളതാണ്. ഇതേ സംഭവം ഞാൻ കഫീൽ ഖാൻ സംഭവം, മറ്റേ ഗോരഖ്പൂരിൽ കുഞ്ഞുങ്ങൾ ശ്വാസം കിട്ടാതെ മരിച്ച സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു.
ഞാനും മറ്റു ഡൽഹിയിൽ നിന്ന് തന്നെ പോയത് ഗോരഖ്പൂരിലേക്ക്. അപ്പൊ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ, ഇപ്പോൾ ഒരു ചാനലിൽ ഭയങ്കര ആങ്കറാണ്, എൻ്റെ സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഞാനും കൂടി ഒന്നിച്ചാണ് പോയിരുന്നത്. അപ്പം പറഞ്ഞു, ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതാണ് അയാൾ നമ്മൾ ഫോൺ ചെയ്തിട്ടെടുക്കാത്തത്. ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് അയാൾ എടുക്കാത്തത്, ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും കാപ്പാ, വെറുതെ അല്ല. അതാണ് നമ്മുടെ ഒരു മെന്റാലിറ്റി എങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ UAP പോകും, 28 മാസമോ 3 വർഷമോ 5 വർഷമൊക്കെ ജയിലിൽ കിടക്കും, ഇറങ്ങിപ്പോരും. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ അയാൾ ഒരു വീരപുരുഷനായിട്ട് നമ്മൾ കുറച്ച് സ്വീകരണമോ ഇതൊക്കെ നൽകും. പക്ഷെ നമ്മൾ ആ സമയത്ത് ആ 0 ടൈം ഉണ്ട്, ആ കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഒന്നുമല്ലാത്തൊരു സമയം, തുടക്ക സമയം, ആ സമയത്ത് അവരോടൊപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഈ വിഷയത്തിൽ ഒരു പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഷർജിൽ ഇമാമും ഉമർ ഖാലിദ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷർജിൽ ഇമാമിന് സപ്പോർട്ട് വളരെ കുറവായിരുന്നു തുടക്കത്തില്. ആളുകൾക്ക് ഷർജിൽ ഇമാമിനെ പറ്റി സംസാരിക്കാൻ ഇത്തിരി ഭയമായിരുന്നു. ഷർജിൽ ഇമാം ഇത്തിരി കൂടി ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് എന്നുള്ളതൊക്കെയാണ് ഷർജിൽ ഇമാമിനെ പറ്റി പറഞ്ഞത്. ഇപ്പൊ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഇത്തിരി കൂടി സെലക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് എല്ലാ പ്രിസണേഴ്സിനും വേണ്ടി സംസാരിക്കില്ല, ചില ആളുകൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കൂ. പ്രത്യേകിച്ച് ഈ IS കേസിലൊക്കെ പെടുത്തുന്ന പ്രിസണേഴ്സിന് വേണ്ടി ഒരു തരത്തിലും സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ഒരു ഉദാഹരണമാണെങ്കിൽ, ഞാൻ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്, പിന്നെ ഡ്രോപ്പ് ചെയ്തു. കോയമ്പത്തൂരിൽ ഒരേ വീട്ടിൽ നിന്ന് 2 ബ്രദേഴ്സിനെ IS കേസിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയൊന്നും, അതും മലയാളീസ് ആയിട്ടുള്ളവരാണ്, ഇവർക്ക് വേണ്ടിയൊന്നും യാതൊരു വിധത്തിലും സംസാരിച്ചിട്ടില്ല. പിന്നെ പോലീസ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ മതം ഉപയോഗിച്ച് ആളുകളെ ഐസൊലേറ്റ് ചെയ്യാൻ. ഇപ്പൊ ഞാനിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ വീട്ടില് 80s വന്നപ്പോ എന്റെ ഉമ്മാന്റെ അടുത്ത് ചോദിച്ചത് ഇവൻ എത്രത്തോളം മതവിശ്വാസിയാണോ എന്നുള്ളത് ചോദിച്ചത്. അപ്പൊ അതല്ലാണ്ട് എന്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചത് നിങ്ങൾ എത്രത്തോളം മദ്രസയിൽ പോയിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇവർക്കൊക്കെ അറിയാം നമ്മളൊരു വിശ്വാസിയല്ല, നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അറിയാം. എന്നിട്ടും ഇവർ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സൊസൈറ്റിയിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു സുഹൃത്തിന്റെ ഉമ്മ നമ്മൾ വിളിച്ചു പറഞ്ഞത് മറ്റുള്ള മതങ്ങൾ നമ്മൾ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വാപ്പന്റെ അടുത്ത് പറഞ്ഞു നമ്മൾ സെക്യുലർ ആയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സെക്യുലർ ആണ്, പക്ഷെ പോലീസ് ഇത്തരത്തിലുള്ള ഒരു മതത്തിന്റെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫണ്ടമെന്റലിസ്റ്റ് അല്ലെങ്കിൽ നമ്മളെന്തോ വേറെ തരത്തിലുള്ള ഒരു തീവ്രവാദിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പ്രിസണേഴ്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്ന് റാസിക്ക് തോന്നുന്നുണ്ടോ? ആ ചോദ്യം റിജാസിന് വളരെ നന്നായിട്ട് അനുഭവമുള്ള ഒരാളാണ്. പിന്നെ അത്തരം വിഷയങ്ങൾ ഇടയ്ക്ക് എന്നെ ഫോൺ ചെയ്യാറുണ്ട് പലപ്പോഴും. പിന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ പലപ്പോഴും UAP കേസുകളെ അഡ്രസ്സ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ IS കേസ്, IS എന്ന് പറഞ്ഞാൽ ISന്റെ പ്രത്യയശാസ്ത്രം എന്തോ ആയിക്കോട്ടെ, അവര് UAP കേസിൽ പിടിയില്ല എന്നാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വളരെ അടുത്ത കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് കനകമല കേസാണ്. ആ കേസിന്റെ ഫാക്ട് അന്വേഷിച്ച് ആരും പോയിട്ടില്ല. കനകമല കേസിന്റെ മറ്റ് റിപ്പോർട്ട്സ് ഒക്കെ വന്നിക്കട്ടെ, ഈ കനകമല കേസിൽ ആരെയും പിടിച്ചിട്ടുള്ളത് കനകമലയെന്നല്ല. ഒരു വീട്ടില് സൽക്കാരത്തിന് പോയി അവിടെ നിന്ന് കനകമലയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടിക്കുന്നത്. ഒരാക്ഷൻ നടന്നിടത്തുനിന്നോ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിടത്തുനിന്നോ അല്ല. അതിൽ പിടിയിലായ റംഷാദ് എന്ന് പറയുന്ന ഒരു ആള് വീട്ടിലായിരുന്നു. വീട്ടിലുള്ള ആളെയാണ് 3-4 ദിവസമായി അവരുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് പോലീസ് ഇങ്ങനെ കാത്തു നിന്ന് ഈ ഡേയ്സ് ഇങ്ങനെ വാട്സാപ്പ് വഴിയാണല്ലോ മെസ്സേജുകൾ പോകുന്നത്. അവരുടെ ആദ്യം ഞാൻ പറയാണ്, അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റികളല്ല ഞാൻ പരാമർശിക്കുന്നത്, മറിച്ച് ഒരു ഇൻസിഡന്റിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ IS കേസിനെ അഡ്രസ് ചെയ്തത് വളരെ കുറവാണ് കേരളത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും UAP എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും IS അല്ലേ ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ ഇങ്ങനത്തെ പല പ്രശ്നമാണ്. ജയിലിലുള്ള സമയത്തും IS കേസിലുള്ള ആളുകൾ ജയിലിൽ വന്നു. അപ്പോൾ ഓരോ ആളും ഈ കനകമല കേസിൽ വന്ന ഓരോ ആളുകളെയും ഓരോ സെല്ലിലാണ് കൂട്ടിയിരുന്നത്. എന്നിട്ട് ഓരോ വാർഡന്മാരെ കാവൽ നിർത്തി. അപ്പോൾ ഇവര് ജയിലിലെത്തിയവർ പറഞ്ഞു, പിറ്റേന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്ത് ഇവരുടെ സെല്ലിൽ അവർ കാണാൻ പോകും. അപ്പൊ എന്റെ വാർഡ് തടഞ്ഞു, പോകാൻ പറ്റാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇവിടെ BJP-കാരെ പിടിച്ചുകൊണ്ട് വരുമ്പം അവരെ അന്വേഷിക്കാൻ വേണ്ടി
RSകാരും BJPക്കാരും ജയിലുള്ളവർ സംഘം ചേർന്ന് പോയി കാണാൻ പോകും. CPM-മാരെ പിടിച്ചുകൊണ്ട് വന്നാൽ CPM-ന്റെ അവിടെ യൂണിറ്റ് വർക്ക് ചെയ്യുന്ന പോലെ അവരെല്ലാം കൂടെ പോയി അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും. UAP തടവുകാർ വരുമ്പോൾ അവർക്ക് ബക്കറ്റ് വേണം, കപ്പ് വേണം, ജയിലിലെ മറ്റു ആവശ്യങ്ങളുണ്ടാവും, തോർത്ത് വേണം, സോപ്പ് വേണം. ഇതൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് പോണ്ട് UAP-ക്കാരാണ്, ഞങ്ങളാണ് പോണ്ടത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് വാശി പിടിച്ചിട്ടാണ് അന്ന് ഇവരെ കാണാൻ പറ്റും. ഈ അടുത്ത കേസിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞ് അന്ന് രാവിലെ ഞാൻ കൊണ്ടുപോയി കൊടുത്ത ബിസ്ക്കറ്റിന്റെ രുചി ഇപ്പോഴും എന്റെ വായിലുണ്ടെന്ന്. അതിനുശേഷം കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യും. നമുക്ക് സ്വാഭാവികമായിട്ടും IS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പരിചിതമായ പേരായതുകൊണ്ട് സ്വാഭാവികം ഭയം ഉണ്ടോ? മനുഷ്യനാണല്ലോ, എന്താ അവരുടെ ആക്ടിവിറ്റി എന്ന് അറിയാൻ മേലാതെ. പക്ഷെ അതിന്റെ കൂടി ഫാക്റ്റുകൾ അന്വേഷിച്ച് സ്വാഭാവികമായിട്ടും അവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാവോയിസ്റ്റ് മുദ്രയായാലും ഇസ്ലാമിസ്റ്റ് മുദ്രയായാലും ഒക്കെ നമ്മൾ കാപ്പം പറഞ്ഞതുപോലെ സംശയത്തിന്റെ ആനുകൂല്യം ഏജൻസിക്കല്ല, ഈ ആളുകൾ കൊടുത്താണ് നമ്മൾ അവരോട് നിൽക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ അവരൊരു ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഇതിനെ സർവൈവ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിൽ അടിയാണ്. ഒറ്റ വാചകത്തിൽ പറയാൻ അവസാനിപ്പിക്കാം. നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിജീവനത്തിനുള്ള ഒരേ ഒരു മരുന്ന്. ഈ പുസ്തകം സംഘടിപ്പിച്ചു പോലും രാഷ്ട്രീയ തടവുകാരണം ഇത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ. അതുപോലെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് നേരെ പോലീസ് വന്നാൽ അത് പറയുക, നമ്മുടെ സഹോദരനെതിരെ വരുന്നതിൽ അതും പറഞ്ഞുകൊണ്ടിരിക്കുക. നിരന്തരമായി ഇതിന്റെ മനുഷ്യത്വ വിരുദ്ധതയെ കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അതുവഴി അതിജീവിക്കുക. അതായത് നേരത്തെ ഇവിടെ പറഞ്ഞു ആത്മഹത്യയിലേക്ക് എത്തുന്ന അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന എല്ലാവരും വീക്കല്ല. അതായത് അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്നത് എനിക്ക് നല്ലതായി തോന്നി, അത് പറയാൻ തോന്നി. ഇനി ചോദ്യങ്ങളൊന്നുമില്ലല്ലോ അല്ലെ? ലാസ്റ്റ് ചോദ്യമാണ്, ഇതോടെ കൂടി അവസാനിപ്പിക്കാൻ. ഇത് ചോദ്യമല്ല. ഞാനും റാസിക്ക് മഹാരാജാസിലെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഈ കേസിൽ പെട്ടതിന് ശേഷം നളന്തയിൽ വെച്ചൊരു പ്രോഗ്രാമിൽ വെച്ചാണ് തോന്നുന്നു റാസിക്കിനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത്. അപ്പോൾ റാസിക്ക് നമ്പർ തന്നില്ല. നമ്പർ ഫോണിൽ സേവ് ചെയ്യണ്ട, നിനക്കതൊരു പ്രശ്നമാകും എന്ന് പറഞ്ഞു. പിന്നീട് പലയിടത്തും സുഹൃത്തുക്കളായിട്ട് ഞാൻ അവനെ പോയി കാണും, സംസാരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് 2-3 പേര് നിങ്ങൾ UAPA കേസിൽ പെട്ട ആൾക്കാരുടെ കൂടെ നടന്നാൽ ഞങ്ങളെ ചോദ്യം ചെയ്യും, അതെങ്ങനെ മറികടക്കും എന്നുള്ളതിന് നിങ്ങൾ ഞങ്ങളോട് ഉത്തരം പറയണമെന്ന് പറഞ്ഞു. അതിന്റെ ഉത്തരം നമ്മളാണ് കണ്ടെത്തേണ്ടത്. അവർ പലതരത്തിലുള്ള പേരുകളെ അതിജീവിച്ച് ധൈര്യമായി നിൽക്കുമ്പോൾ ഇവരെന്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ചുള്ളവരാണ്, നിങ്ങളുടെ ഇത്തരം ഇതുകൊണ്ട് ഗുമ്മാട്ടിക്കളി കൊണ്ട് പേടിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. എനിക്കത് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇരുന്ന് സെക്യുലർ ആവുക എന്നുള്ള ഒരു അമിത ബാധ്യത മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഇപ്പൊ അവിടെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും തീവ്രവാദികളാണെന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ സെക്യുലർ ആണ് എന്ന് നിരന്തരം പറയേണ്ട ഒരു ആവശ്യം വരുന്നതെന്നുള്ളത് കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണോ സങ്കടമാണോ വരുന്നതെന്ന് അറിയില്ല. ഇത് ആരുടെയെങ്കിലും ഒരു അമിത ബാധ്യതയല്ല. പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം, വിശ്വാസികൾ ഉണ്ടാവാം. ഇതൊക്കെ ആണെങ്കിലും എനിക്ക് എൻ്റെ രാഷ്ട്രീയം പ്രകടമായി പറയാൻ പറ്റും എന്നുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ശരിക്കും ഇത്തരം പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ സെഷൻ അവസാനിക്കുകയാണ്. അതെ, തിരിച്ച് കൺക്ലൂഷൻ നമുക്ക്. ഓക്കെ, താങ്ക് യു.